മിനിഞ്ഞാന്ന് പഞ്ഞ മിന്നൽമുരളി തന്നെ അടിച്ച്. ഇപ്പം മയ്യാക്കൻ്റെ ഒറ്റ പോലും മഞ്ഞില്ല, അറിയാവോ? ഓ, ഇനി എന്തായാലും ഞാൻ അവനെ വെറുതെ വിടത്തില്ല. അവന് ഞാനൊരു കൊട്ടേഷൻ കൊടുക്കാൻ പോവാ. ആരെ ഞാനിപ്പോൾ വിളിക്കും? 2 വലിയവരെ വിളിക്കാം. ഹൾക്കും പിന്നാരെ താനോസിനെ വിളിക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഹൾക്കിനെ കാണാൻ പോവാ. ഇപ്പൊ തന്നെ പോയേക്കാം. ഇല്ലെങ്കിൽ ആ മിന്നാർമുരളി തണ്ടി പിന്നെ വന്ന് ഫിറ്റായി എന്നെ അടിച്ചില്ല. അത്രയും കാര്യം നിർബന്ധമാണ്. ഓ, ആരാടാ? നീയാ? എന്താടാ സ്പൈഡർമാനെ? മിന്നൽമുരളി അടിച്ചിട്ടുണ്ടാ? ഞാൻ വെറുതെ ഇറക്കിയിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പക്ഷേ അപ്പൊ അവൻ നിന്നെ അടിച്ച് ഫിറ്റായിട്ടായിരിക്കും അടിച്ചത്. അതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അവൻ്റെ വീട്ടിലേക്കാരെ വെബ് ഷൂട്ടർ എടുത്തായിരുന്നു. അന്നും പറഞ്ഞിട്ടാ. ആഹാ, അപ്പൊ അവനും അടിച്ചതിലും കാര്യമുണ്ടല്ലോ. ഞാൻ ചുമ്മാ ചെയ്താണ്. അപ്പോഴത്തേക്ക് അവനെ ചെറുപ്പിനറിഞ്ഞിട്ട് അത് ഞാൻ പിടിച്ചിടിച്ച്. എന്തായാലും നിങ്ങളുടെ ഇതൊക്കെ യൂട്യൂബിൽ വരുന്നുണ്ട്. നിന്റെ ഒച്ച എന്താടാ മാറിയിരിക്കുന്നത്? അതെ, അവൻ ഇടിച്ചപ്പോൾ ഇച്ചിരി പോയായിരുന്നു. അത് ഞാനിപ്പോൾ വന്ന വഴിയായിരുന്നു അടിച്ചെന്നുള്ള ഡാമേജിനകത്ത് വീണായിരുന്നു. അപ്പോൾ ഒരെണ്ണം പോലീസ് പിടിച്ചായിരുന്നു. അപ്പോൾ അവരുടെ തൊണ്ടടിച്ച് പൊട്ടിച്ചു. അത് കാരണം ഇതൊക്കെ യൂട്യൂബിൽ വീഡിയോയിൽ വന്നിട്ടുണ്ട്. ബാഡ് ബോയ്സ് എന്ന് പറയുന്ന ഒരു ചാനലിൽ. ഇതെല്ലാം നീ എന്നിട്ട് അവൻ ചെരുപ്പൂരി നിന്നെ അടിച്ചതുവരെ അറിയുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നവരോടെല്ലാവരോടും ഞാൻ പറയുക, അതൊരു വിഷയമല്ല. എന്നെക്കുറിച്ച് പറഞ്ഞ എൻ്റെ ഫാൻസിൻ്റെ ഒരു കളയാ. അതല്ല, നിന്നെ അടിച്ചതിന് ഒരുപാട് ലൈക്കൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലുള്ളവരുടെ പേര് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കും. ഞാനതിനകത്തുണ്ട്. ഞാൻ ഇല്ലാതെ പോയല്ലോ കേട്ടാ. ഷോറൊക്കെ അടിച്ചിടും ഞാൻ. ആര് പറഞ്ഞു? നീ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് ഇൻഫിനിറ്റി വാറിൽ. ഇൻഫിനിറ്റി വാറിൽ അയാടാ അവഞ്ചേഴ്സ് ഫൈനൽ വാറിൽ നീ ഉണ്ട്. അതല്ലല്ലോ എന്നെ ഉള്ളു. അതിന് മുമ്പ് നിങ്ങളാരും വിളിച്ചില്ലല്ലോ. എന്നിട്ട് ഒരുത്തിനില്ലാഞ്ഞപ്പോഴല്ലേ എന്നെ വിളിച്ചോണ്ട് വന്നത്. ആൻറ്റിമാരെ ചന്തയ്ക്ക് ഇഞ്ചക്ഷൻ കിട്ടുന്നു പറഞ്ഞു. നീ പിന്നെ ക്യാപ്റ്റൻ അമേരിക്കയുടെ സിനിമയിൽ ഉണ്ടല്ലോടാ. ഞാൻ ക്യാപ്റ്റൻ്റെ ആ ചട്ടി പോലത്തെ ചട്ടിയില്ലേ, ചട്ടി അത് ഞാൻ വലിച്ചെടുത്ത്. ഞാനവിടുന്ന് വലിച്ചെടുത്തെന്ന് പറഞ്ഞു. എനിക്ക് വിഷയമൊന്നും ഇല്ല അമ്മ. എന്നാ താനോസിന്റെ ബ്രദർ മറ്റേ അയൺമാനൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ താനോസോണടുത്ത് ഫസ്റ്റ് വിളിച്ചായിരുന്നു. എന്നെ കാണാൻ എന്നെ സഹായിക്കണമെന്ന്. അവനെ അടിച്ചിടാൻ സഹായിക്കണം. കൊട്ടേഷൻ? അതെ, പിന്നെ അല്ലാതെ എന്നാണോ പൊട്ടാ. സോറി, ഞാൻ താനോസിന്റെ അടുത്ത് പോയിട്ട് വരാം. ഞാൻ എന്തായാലും അവനെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്കാം. ആദ്യം സാധനം ഒന്ന് ടൈറ്റ് ആക്കണം. മിന്നൽമുരളി അടിച്ചിട്ട കാര്യം ഹൽക്കണ്ണെ വിളിച്ച് പറഞ്ഞല്ലോ. എന്നെ സഹായിക്കണമെന്ന്. കൊട്ടേഷൻ അവൻ അത് അയച്ചിട്ടുണ്ടായിരുന്നു. എന്നെങ്കിൽ എന്നെ കൂടെ വാടാ. സോറി. എടാ, എനിക്ക് ഒരു ഫോൺ വന്ന്. അത് കാരണം എൻ്റെ സഹോദരൻ അയൺമാൻ വിളിച്ച് അവൻ്റെ കല്യാണക്കാര്യത്തിന് എന്നെ കൂടെ പോകണമെന്ന്. അപ്പം ഞാൻ പോയിട്ട് വരാമേ. നീ ഹൾക്കുമായിട്ടിരുന്നോ? കൊള്ളാൻ കേട്ടോ. എന്താ പറയണ്ടാ പാട്ടേ. ഞാൻ നിന്നെ ഭസ്മം നോക്കി കളയും കേട്ടാ. സോറി, പോടാ. നന്നാക്കണ പറ. ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്താ. ഹൾക്കൊന്നും വരത്തില്ല. എന്നെ വിളിച്ചായിരുന്നു കുറച്ചു മുന്നേ. അവനൊരു കല്യാണമുണ്ട്. അപ്പോഴേ ഞങ്ങൾ 2 പേരും പോയിട്ട് വരാം കേട്ടാ. ഓക്കെ? ഞാൻ ഒറ്റയ്ക്ക് നാടി കൂടണം. എടാ മിന്നൽ മുരളി, നീ ആണാണെങ്കിൽ ഇറങ്ങി വാടാ. അയ്യോ, ഇത്ര പെട്ടെന്ന് വന്നോ? എടാ പൊട്ട എന്നും പറഞ്ഞ വെബ് വെറും പൊട്ടയായിരുന്നു. വെബ് വർക്ക്.
ചൂടൊരെത്താ ഈ ഡപ്പതായിട്ട് ഉണക്കായിട്ട് സാരല്ലേ. ആ വരട്ടെ, ഇതിന് കുഴപ്പമൊന്നുമില്ല. നീല കള്ളത്തരം പറഞ്ഞു. പിന്നെ എനിക്കെന്തിനാ കള്ളത്തരം പറഞ്ഞിട്ട്? തന്നോട് കള്ളത്തരം പറഞ്ഞിട്ട് എനിക്ക് മിന്നൽ മുരളി കുള്ളാവല്ലേ? അയ്യാ എൻ്റെ ഒരു ഇടിയിട്ട് നീ പറഞ്ഞു. പിന്നെ നിന്റെ വെബ് പക്ഷേ പോകരിക്കട നോക്കട്ടെ. നിന്റെ സാരല്ലേ വേണ്ട തിന്നി. ആ എന്നാ തൻ്റെത് പാട്ട. എൻ്റെ കല്ലെടുത്ത് എടുത്ത് എറിഞ്ഞാണോ നീ കല്ല്? എൻ്റെ കല്ലെടുത്ത് കളഞ്ഞിട്ട് നീ. പിന്നെ ഞാനല്ലടോ കല്ലെടുത്ത്. ഞാനല്ല കല്ലെടുത്ത്. നിന്റെ ഒരു ഇടിമതിയാണോ നീ തെറിച്ചു പോകാൻ? ഞാനല്ലടോ തൻ്റെ കല്ലെടുത്ത്. ആ ഡെഡ് പൂളിൻ്റെ പണിയാണ്. അവനാണ് ഇവിടെ കൊണ്ട് കല്ലിട്ടത്. എന്നാ നീ ഇപ്പൊ ഡെഡ് പൂളിനെ വിളിച്ചു ചോദിക്കടാ. ആണല്ലേ? വിളിക്കട്ടെ. ഇത്ര പെട്ടെന്ന് വന്നതാ? ഡെഡ് പൂള് പറഞ്ഞല്ലോടാ അവനെല്ലാം എടുത്ത് കളഞ്ഞത്. നീയല്ലോടാ അതെടുത്ത് കളഞ്ഞത്. നീട്ടിക്ക് ഞാൻ ഉറപ്പാ. ഡെഡ് പൂളിൻ്റെ അനിയനാടോ ഇവിടെ കൊണ്ടിട്ട? അതാരായിരുന്നു? ആഞ്ചമാനാ? അതെ. ഓ ഇനി അവൻ്റെ ആഞ്ഞനെ തപ്പിക്കൊണ്ട് പോട്ടെ. ഇവിടെ നിറച്ച് മുഷറിൻ്റെ കൂടെ ഉണ്ട്. അതിനകത്ത് ഏതിനാന്ന് അറിയത്തില്ല അവൻ ഒളിച്ചിരിക്കണത്. ഞാൻ പോയിട്ട് വരാം. താൻ ആൻഡ്മാനെ എടുത്തോ? എവിടെ അവൻ? ഇതല്ലേ അയ്യോ കടിച്ചിട്ട് പോകാം. വൃത്തിയാണ് നിന്നെ കാണിച്ചു തരാം. അതല്ലേ നീ പോയാണ്ട ആൺമാൻ. അതല്ല അവനല്ലെന്ന് എപ്പോ പറഞ്ഞു? ജയിലിൽ പോയാലെന്ന്. ഇവനാണ്ട് കൂട്ടുകാരന് ഇവനെ കാണിച്ചു തന്നു. അവൻ പറഞ്ഞോളാ അവനല്ലെന്ന്. അതെ ഞാൻ തന്നെ എടുത്ത. എന്തേ? നീ അല്ല എടുത്ത. എന്നിട്ട് എന്നോട് തുറക്കണല്ലേ? നീ ഇപ്പൊ തന്നെ ആ ഗ്രൗണ്ടിൽ വന്നു. നീ ഇട്ടിക്കും ഞാൻ. വാഴാടാ മിന്നലിന്റെ മുരളി. പിന്നെ നിന്റെ പേര് തന്നെ ഇല്ലാടാ പൊട്ടാ മുരളിന്ന്. നിന്റെ സ്പൈ ആയിരിക്കും. എൻ്റെ അടുത്ത് കളിക്കല്ലേ. എന്റെ സെൻസർ കളഞ്ഞല്ലോടാ നീ. നിനക്കറിയാമോടാ അത് എത്ര രൂപയുടെ സെൻസറാന്ന് അറിയാമോ? എന്റെ കണ്ണി ഞാൻ ആ ഡോക്ടറിനോട് കാല് പിടിച്ചാണോ അത് ഞാൻ ഫിറ്റ് ചെയ്ത്. ഞാൻ പിടിച്ചപ്പോ പോയോ? പക്ഷെ നിനക്കെന്നെ ഇട്ട് കിട്ടും. നിന്റെ മിന്നൽ ഞാൻ നിർത്തും. എങ്ങനെ? ഈ മിന്നൽ കളിക്കാറാണ് നീ. ഓക്കെ എങ്ങനെ കളി ചുരുക്കാൻ വേണ്ടി പോയല്ലോ. പ്രൊട്ടക്ഷൻ ആളെടുക്കണേ. വായു കയറ്റിയടാ. അയ്യോ ഞാനിപ്പോ തോറിഞ്ഞ വിളിക്കൂടാ. ഹലോ തോർ പ്ലീസ് കം. തോറിന് വിളിച്ചിട്ട് കിട്ടിയാ? തോറ് വരുമെന്ന് പറഞ്ഞു. തോറ് വരേണ്ടെന്ന് ഞാൻ മിന്നലടിച്ചിടും. കിട്ടിയല്ലോ തോറിഞ്ച. എടാ അത് തോറിഞ്ച ചുറ്റിക്കാണ്. ചോറിന്റെ അല്ലേ? പക്ഷേ അതിനേക്കാളും മുമ്പ് നിന്നിട്ടിരിഞ്ഞ് ഇപ്പൊ കൊട്ടോടിയും കൂടെ വന്നല്ലോടോ. ഇപ്പൊ കൊട്ടോടിയും കൂടെ വന്നു. ഇനി എന്റെ യഥാർത്ഥ രൂപം നിനക്ക് അറിയത്തില്ലല്ലോ. എനിക്കിപ്പോ കിട്ടിയില്ല എന്റെ കയ്യിന്ന്. ഞാൻ ഇതിന് വേണ്ടിട്ട് പാർട്ട് 3 എടുക്കും. എന്നിട്ട് ഞാൻ സ്പോട്ടിൽ കൊല്ലും. നീ നോക്കിക്കോടാ. സ്പൈഡർമാൻ ആരാന്ന് പറഞ്ഞോണ്ടാണ് മിന്നലിന്റെ മുരളി. നീ നോക്കിക്കോടാ.